Hi dears, welcome back to our physics class. Today we are going to take our fifth chapter, that is reflection of light in spherical mirrors. From the unit name we can understand that the chapter deal with mirrors. What do you mean by mirrors? മിറേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യെസ്, കണ്ണാടിയാണ് അല്ലേ. അപ്പോൾ കണ്ണാടി ഫെമിലിയർ അല്ലാത്ത ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും കണ്ണാടി എന്താണെന്നറിയാം. നോർമലായിട്ട് നമ്മൾ രാവിലെ വൈകിട്ടും അതുപോലെ എവിടെയെങ്കിലും ഒരു മിറർ കണ്ടാലൊക്കെ നമ്മുടെ ഫേസ് അതിൽ നോക്കുന്നവരാണ്. സോ മിറർ എന്താണെന്ന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. എങ്കിലും ഞാനൊന്ന് കാണിക്കാം. ഇതാണ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ മുഖം നോക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കാണുന്ന മിറർ. ഓക്കെ, ഇപ്പം മിസ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ള മിറർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെയുള്ള മിറർ, അല്ലെങ്കിൽ ഈ ഇവിടെ ഒരു കാണുന്ന പിക്ചറിലുള്ള മിറർ അല്ലേ, ഈ മിററിൻ്റെ പ്രത്യേകതയാണ് എന്താണ്? യെസ്, ഈ മിററെല്ലാം എന്താണ്? പ്ലെയിൻ സർഫസ് ആണ് അല്ലേ. ഈ മിററിനൊക്കെ ഉള്ളത് പ്ലെയിൻ സർഫസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിററിനെ എന്താ വിളിക്കുന്നത്? പ്ലെയിൻ മിറേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പ്ലെയിൻ മിറേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തതാണ്. അപ്പോൾ ഒന്നുമില്ല, അത് ഓർമ്മയില്ലാത്തവർക്കായിട്ട് മിസ് പറയാം. ഒരു പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ മിറർ അല്ലേ, അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? യെസ്, ഇങ്ങനെയാണ് അല്ലേ. നമ്മൾ ഇങ്ങനെ ഒരു പ്ലെയിൻ മിററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡിനെ നമ്മൾ നോൺ റിഫ്ലക്റ്റിംഗ് സൈഡ് എന്നാണ് പറയുക. ഷെയ്ഡഡ് അല്ലാത്ത ഈ സൈഡിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? യെസ്, റിഫ്ലക്റ്റിംഗ് സൈഡ് എന്ന് പറയുന്നു. ഇറ്റ് മീൻസ് ഒരു ലൈറ്റ് വന്നിട്ട് ഇൻസിഡൻ്റ് ചെയ്യുന്നത് ഈ റിഫ്ലക്റ്റിംഗ് സർഫസിലാണ്. ഓക്കെ, ഇൻസിഡൻ്റ് ചെയ്യുന്നു, ദെൻ അവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് റിഫ്ലക്റ്റഡ് റേ എന്ത് ചെയ്യുന്നു? തിരിച്ചു പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഷെയ്ഡഡ് റീജിയൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ റിഫ്ലക്റ്റിംഗ് സൈഡ് ആൻഡ് നോൺ ഷെയ്ഡഡ് സർഫസ് മീൻസ് റിഫ്ലക്റ്റിംഗ് സൈഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലേ, പ്ലെയിൻ മിററിന് എക്സാമ്പിളാണ് നോർമലായിട്ട് നമ്മൾ ഫേസ് നോക്കുന്ന മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മിററിൽ നോക്കുന്ന സമയത്ത് ആ മിററിൽ കാണുന്ന ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ പ്രതിബിംബം എങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? യെസ്, നമ്മൾ നോക്കുന്ന എക്സാക്റ്റ് സൈസ് തന്നെയാണല്ലോ ഫീൽ ചെയ്യാറുള്ളത് അല്ലേ. നമ്മൾ വീട്ടിൽ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതിൽ നമ്മുടെ ഫേസ് അല്ലേ, ഇപ്പം നമ്മുടെ നോസ് എടുക്കുകയാണെങ്കിൽ ആ നോസിൻ്റെ സൈസ് തന്നെയാണ് നമ്മുടെ നോക്കുന്ന മിററിലും റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത് അല്ലേ. വി ക്യാൻ സേ പ്ലെയിൻ മിറർ ഫോം എക്സാക്റ്റ് ഇമേജസ് അല്ലേ. അപ്പോൾ നമുക്ക് പറയാം പ്ലെയിൻ മിറേഴ്സ് എക്സാക്റ്റ് ഇമേജ് ആണ് നമുക്ക് തരുന്നത്. ഇനി സോ പ്ലെയിൻ മിറർ എക്സാക്റ്റ് ഇമേജ് തരുന്നു, അല്ലെങ്കിൽ പ്ലെയിൻ മിറേഴ്സിന് ഇമാജിന് ഫോം ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പ്ലെയിൻ മിറേഴ്സിൽ മാത്രമാണോ ഈ ഇമാജൊക്കെ ഫോം ചെയ്യുന്നത്? വേറെ ഏതൊക്കെ മിററിൽ നമുക്ക് ഇമാജ് അല്ലെങ്കിൽ റിഫ്ലക്ഷന് പോസിബിൾ ആണ് എന്നാണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാം ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്, നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ഒന്നാണ് സ്പൂൺ അല്ലേ. ഈ സ്പൂണിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ് റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ പുതിയ സ്പൂൺ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ സ്പൂണിൻ്റെ ഇന്നർ സൈഡ്, അതായത് ഈ കർവ്ഡ് ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്തും നിങ്ങളുടെ ഫേസ് നോക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഔട്ടർ സൈഡ്, അതായത് റിയർ സൈഡിലും നിങ്ങളുടെ മുഖം നോക്കുക. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? എന്താണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്? this is rear side and this is inner side or inner surface. അപ്പോൾ നമ്മൾ ഈ റെയർ സൈഡ്, അതായത് ഈ ഔട്ടർ സർഫസിൽ നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഇമേജ് എങ്ങനെയാണ്? യെസ്, ദ ഇമേജ് ഈസ്
സ്മോളർ ആയിരിക്കും, അതായത് നമുക്ക് കിട്ടുന്ന നമ്മുടെ പ്രതിബിംബം സ്മോളർ ആയിരിക്കും, അതുപോലെ നമ്മൾ നോക്കുന്നതിൻ്റെ എക്സാക്റ്റ് ഇമേജ് തന്നെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ വാട്ട് അബൌട്ട് ദ ഇമേജ് ഓൺ ദി ഇന്നർ സർഫസ് ഓഫ് ദി സ്പൂൺ? സ്പൂണിൻ്റെ ഇന്നർ സർഫസ്, അതായത് ഈ കർവ്ഡ് ആയിട്ടുള്ള സർഫസിൽ നമ്മൾ ഫേസ് നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ ലാർജ് ഇമേജ് ഓർ ലാർജ് ഇമേജ് ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ്. തല കീഴായിട്ടുള്ളതും വലിയതുമായിട്ടുള്ള ഇമേജാണ് നമുക്ക് ഇന്നർ സൈഡിൽ ഓർ കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ വീട്ടിൽ സ്പൂൺ ഉണ്ടാവുമല്ലോ, അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, സോ വി ക്യാൻ സേ the features of the image depend on the shape of the reflecting surface. അല്ലേ, അതായത് നമുക്ക് കിട്ടുന്ന ഇമാജിൻ്റെ ഷേപ്പ് അല്ലെങ്കിൽ ഇമാജിൻ്റെ സൈസൊക്കെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? നമ്മൾ നോക്കുന്ന റിഫ്ലക്റ്റിംഗ് സർഫസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ കർവ്ഡ് ആയപ്പോൾ നമുക്ക് കിട്ടിയ ഇമേജ് ആയിരുന്നില്ല നമ്മൾ റെയർ സൈഡിൽ നോക്കിയപ്പോൾ കിട്ടിയ ഇമേജ്. ഓക്കെ, രണ്ടും ഡിഫറെൻ്റ് ആയിരുന്നു. അതാണ് ഇപ്പം മിസ് പറഞ്ഞതിൻ്റെ മീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഒരു നമ്മൾ നോക്കുന്ന നോർമലായിട്ടുള്ള പ്ലെയിൻ മിററിനെ പോലെ തന്നെ കർവ്ഡ് മിറേഴ്സും ഉണ്ടെന്ന് മനസ്സിലായല്ലോ. സിമ്പിളായിട്ട് എക്സാമ്പിൾ ഏതാണ്? സ്പൂൺ അല്ലേ. സ്പൂണിൻ്റെ ഒരു പോർഷൻ എന്താണ്? കർവ്ഡ് ആയിരുന്നു, അവിടെയും നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? യെസ്, റിഫ്ലക്റ്റഡ് ഇമേജ് കിട്ടിയിട്ടുണ്ട് അല്ലേ. പ്ലെയിൻ മിറേഴ്സിന് മാത്രമല്ല കർവ്ഡ് മിറേഴ്സും ഇമാജിനെ ഫോം ചെയ്യിക്കാനുള്ള എബിലിറ്റി ഉണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ സ്പൂൺ എടുത്തു, അതിൻ്റെ ഔട്ട് സൈഡും ഇന്നർ സൈഡും ഒരുപോലെ റിഫ്ലക്റ്റഡ് സൈഡായിരുന്നു. സോ വി ക്യാൻ സേ ഇമേജസ് ആർ ഫോം നോട്ട് ഓൺലി ഓൺ പ്ലെയിൻ മിറേഴ്സ് ബട്ട് ഓൾസോ ഓൺ ദി സ്മൂത്ത് കർവ്ഡ് സർഫസ്. ഓക്കെ, അതായത് പ്ലെയിൻ മിറേഴ്സിനെ പോലെ തന്നെ സ്മൂത്ത് കർവ്ഡ് ആയിട്ടുള്ള സർഫസിനും ഇമാജിനെ ഫോം ചെയ്യിക്കാനുള്ള കഴിവുണ്ടെന്ന്. ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് മിററിനെ കുറിച്ചൊരു സ്മോൾ ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? സ്ഫെരിക്കൽ മിറേഴ്സ് എന്നാണ് അല്ലേ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെരിക്കൽ മിറേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ പ്ലെയിൻ മിറർ എന്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും സ്ഫെരിക്കൽ മിറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി സ്ഫെരിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. സ്ഫെരിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഫിയർ ഷേപ്പിലുള്ള മിററാണെന്ന് അതിൽ നിന്നും നമുക്ക് ക്ലിയർ ആണ്. സ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഒരു ബോൾ അല്ലേ. ഒരു ബോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ബോൾ എന്താണ്? ഒരു സ്ഫിയർ ആണ്. ഓക്കെ, ഇനി ഈ സ്ഫിയറിൻ്റെ ഒരു സ്മോൾ പോർഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റുന്നു. ഓക്കെ, ഇങ്ങനെ ഈ സ്മോൾ പോർഷൻ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലേ. ഒരു കർവ്ഡ് ഷേപ്പാണല്ലോ കിട്ടുന്നത്. ഇപ്പം നമ്മൾ സ്ഫിയർ കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പീസിൻ്റെ ഷേപ്പിലുള്ള മിററുകളെയാണ് നമ്മൾ സ്ഫെരിക്കൽ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു സ്ഫെരിക്കൽ മിററിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ഒരു മിററാക്കി മാറ്റണം അല്ലേ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമ്മളെന്ത് ഒരു കട്ട് പീസേ ഉള്ളൂ നമ്മളെ കയ്യിൽ. ഇനി നമുക്ക് ഇതിനെ മിററാക്കി മാറ്റണമെങ്കിൽ രണ്ട് വേല് നമുക്കിതിനെ മിററാക്കി മാറ്റാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്നർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നു, റിയർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, എന്താണ്? ഇന്നർ സൈഡാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഔട്ടർ സൈഡ് അല്ലെങ്കിൽ റിയർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. റിയർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഈ മിററിൻ്റെ ഈ സൈഡാണ് അല്ലെങ്കിൽ ഇന്നർ സൈഡാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ രണ്ടാമത്തെ വേ എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം നമ്മൾ ഔട്ടർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യാതെയും ഇന്നർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇന്നർ സൈഡ് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല,
but rear side or outer surface get reflected. മനസ്സിലായോ? ഇനി നമുക്ക് ഈ റിഫ്ലക്റ്റിംഗ് സർഫസുകളുടെ ബേസിൽ ഇവയ്ക്ക് നെയിം കൊടുക്കണം. ഫസ്റ്റ് വൺ, ഈ ഒരു മിററിൻ്റെ നെയിം എന്ന് പറയുന്നത് കോൺകേവ് മിററാണ്. കോൺകേവ് മിറർ ആൻഡ് ദിസ് ഈസ് കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ കോൺകേവ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് എന്താണ്? ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നു. ആൻഡ് കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്. ഓക്കെ, എന്താണ്? റിഫ്ലക്റ്റിംഗ് സർഫസ് എവിടേക്കാണ് കുഴിഞ്ഞിരിക്കുന്നത്? പുറമേക്ക് കുഴിഞ്ഞിരിക്കുന്നതാണ് കോൺവെക്സ് മിറർ. ഇനി ഈ രണ്ട് മിററുകൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇത് നിങ്ങൾ തറോ ആയിട്ട് മനസ്സിലാക്കണം. കോൺകേവും കോൺവെക്സിൻ്റെ ഒരു ഇമേജ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ഓർത്തിരിക്കാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഹ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ? അപ്പോൾ ഉള്ളിലേക്കൊരു ഗുഹ പോലെ, അതായത് റിഫ്ലക്റ്റിംഗ് സർഫസ് ഒരു കേവ് പോലെ, ഗുഹ പോലെയാണെങ്കിൽ അതിനെ നമ്മൾ കോൺകേവ് മിറർ എന്നാണ് പറയുക. ഇനി കോൺവെക്സ് മിറർ ഓർത്തിരിക്കാനൊരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആമൻ ഓർത്ത് കഴിഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ആമൻ്റെ എന്താണ്? ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ആമയുടെ ഹെഡ് ഉണ്ടാവും അല്ലേ? പിന്നെ എന്താണ്? ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കുമല്ലോ ആമൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ പുറം ഭാഗമാണ് ലൈറ്റ് വന്ന് തട്ടുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കോൺകേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗുഹ ഓർത്തിരിക്കുക. റിഫ്ലക്റ്റിംഗ് സർഫസ് കേവ് ആണ്. ഇവിടെ റിഫ്ലക്റ്റിംഗ് സർഫസ് എന്ന് പറയുന്നത് ആമയുടെ ഷേപ്പ് പോലെ ഓർത്തിരിക്കുക. അതിൻ്റെ പുറത്ത് വന്നിട്ട് ആണ് ലൈറ്റ് തട്ടുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ സ്ഫെരിക്കൽ മിറർ എന്താണെന്നൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു സ്ഫിയറിൻ്റെ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ കട്ട് പീസിനെ നമ്മളൊരു മിറർ അല്ലെങ്കിൽ ഒരു റിഫ്ലക്റ്റഡ് സർഫസ് ആക്കി മാറ്റുന്നതാണ് സ്ഫെരിക്കൽ മിറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അങ്ങനെയാണ് സ്ഫെരിക്കൽ മിററിൻ്റെ ഒരു ഡെഫിനിഷനാണ്: സ്ഫെരിക്കൽ മിറേഴ്സ് ആർ മിറേഴ്സ് ഇൻ വിച്ച് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് എ പാർട്ട് ഓഫ് എ സ്ഫിയർ. അപ്പോൾ സ്ഫെരിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, എന്താണ്? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഫിയറിൻ്റെ പാർട്ടിനെ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കി മാറ്റുന്നു. ആ റിഫ്ലക്റ്റിംഗ് സർഫസ് ആക്കി മാറ്റിയിട്ടുള്ള സ്ഫിയറിൻ്റെ പാർട്ടിനെ നമ്മൾ സ്ഫെരിക്കൽ മിറർ എന്ന് പറയുന്നു. ടെക്സ്റ്റിനകത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു റിഫ്ലക്റ്റിംഗ് സർഫസ് മേക്ക് ചെയ്യുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു സിൽവർ പേപ്പർ അതിന് സർഫസിൽ കോട്ട് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ ഒരു പിക്ചറും കാണിച്ചിട്ടുണ്ട്. ദെൻ കോൺവെക്സ് മിററിൻ്റെയും ഒരു ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് മാറ്റി എഴുതണം. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്ഫെരിക്കൽ മിററുമായി റിലേറ്റ് ചെയ്ത കുറച്ച് ടെക്നിക്കൽ ടേംസ് ആണ്. മെയിനായിട്ട് 5 ടെക്നിക്കൽ ടേംസ് ആണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, സെൻറ്റർ ഓഫ് കർവേച്ചർ എന്നതാണ്. സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ഫെരിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്ഫിയറിൻ്റെ പാർട്ടാണ് അല്ലേ വരുന്നത്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ഫെരിക്കൽ മിററിനെ ഏത് സ്ഫിയറിൻ്റെ ഭാഗമായിട്ടാണോ എടുത്തിട്ടുള്ളത് ആ സ്ഫിയറിന് ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ. ആ സെൻറ്ററിനെയാണ് ഇപ്പം നമ്മൾ ഇതാണെന്ന് വിചാരിക്കുക നമ്മൾ എടുത്തിട്ടുള്ള സ്ഫെരിക്കൽ മിറർ. അപ്പോൾ ഇത് ഏത് സ്ഫിയറിൻ്റെ ഭാഗമാണോ എന്ന് അതായത് നമ്മളിപ്പോൾ ഇത് സപ്പോസ് ചെയ്തു ഇത് ഇങ്ങനെ ഒരു മിറർ ആവാമെന്ന്. അപ്പോൾ ഈ ഒരു സ്ഫിയറിൻ്റെ സെൻറ്റർ ഉണ്ടാവുമല്ലോ, അതാണ് ഈ സ്ഫെരിക്കൽ മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ഫിയർ ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ സെൻറ്റർ ഏതാണോ അതിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് വിളിച്ചത്. ഓക്കെ,
സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് ഇതാണല്ലോ ഇപ്പോൾ നമ്മുടെ മിറർ, ആ മിററിലേക്ക് നമ്മൾ വരക്കുന്ന എല്ലാ ലൈനുകളും എന്താണ്, ഈ മിററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ മിററിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഷേപ്പ്. ഓക്കെ, നോക്കൂ, ഇപ്പം ഇങ്ങനൊരു ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ ഇവിടെയാണ് മിറർ എങ്കിൽ ദിസ് ഇസ് പെർപെൻഡിക്കുലർ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഏത് ലൈന് വരച്ചു കഴിഞ്ഞാലും സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് മിററിലേക്ക് ഏത് ലൈന് വരച്ചു കഴിഞ്ഞാലും ആ ലൈന് ഈ മിററിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതായത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എനി ലൈൻ ഡ്രോൺ ഫ്രം ദി സെൻറ്റർ ഓഫ് കർവേച്ചർ ടു ദി മിറർ ഈസ് നോർമൽ ടു ദി മിറർ. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ എന്നതാണ്. റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ മിറർ ഈസ് ദ റേഡിയസ് ഓഫ് സ്ഫിയർ ഓഫ് വിച്ച് ഇറ്റ് ഈസ് എ പാർട്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ സെൻറ്ററാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. അതുപോലെ തന്നെ ഇപ്പം നമ്മളൊരു മിറർ കൺസിഡർ ചെയ്തു. ആ മിറർ ഏത് സ്ഫിയറിൻ്റെ പാർട്ടായിട്ടാണോ നമുക്ക് കിട്ടിയത്, അപ്പോൾ ഇതാണ് സെൻറ്റർ അല്ലേ. ഈ സെൻറ്ററിൽ നിന്ന് മിററിലേക്ക് വരക്കുന്ന, അല്ലെങ്കിൽ ഇതൊരു സ്ഫിയറായി കൺസിഡർ ചെയ്താൽ നമുക്കറിയാം ഇതിൻ്റെ സർക്കംഫറൻസിലേക്ക് വരക്കുന്ന എല്ലാ ലൈൻസിനെയും നമ്മൾ റേഡിയസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ഏത് സ്ഫിയറിൻ്റെ പാർട്ടാണോ ആ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് മിററിലേക്ക് വരക്കുന്ന, അല്ലെങ്കിൽ മിററിലേക്ക് വരക്കുന്ന ലൈനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗറിനകത്ത് CB, CP, CA ഇത് കോൺകേവ് മിറർ, കോൺവെക്സിലാണെങ്കിൽ CB, CP, CA ഇതെല്ലാം എന്താണ്, റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. നെക്സ്റ്റ് അപ്പർച്ചർ എന്നതാണ്. അപ്പർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർച്ചർ ഓഫ് എ മിറർ ഈസ് ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഓഫ് ദി മിറർ. മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. സോ കോൺകേവ് മിററിലാണെങ്കിൽ ദിസ് ഈസ് ദ അപ്പർച്ചർ ഓഫ് കോൺകേവ് മിറർ. അതായത് ഈ ഭാഗം റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഈ ഭാഗം റിഫ്ലക്റ്റ് ചെയ്യാത്തത്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് നമ്മൾ അപ്പർച്ചർ എന്ന് പറയുന്നത്. ദെൻ കോൺവെക്സ് മിററിൻ്റെ കേസ് ആണെങ്കിൽ ഈ ഔട്ടർ സർഫസ് ആണ് എന്ത്, അപ്പർച്ചർ. ഇത് റിഫ്ലക്റ്റ് ചെയ്യാത്ത ഭാഗം, ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഔട്ടർ സർഫസ് ആണ് കോൺവെക്സ് മിററിൻ്റെ ഈ അപ്പർച്ചർ എന്ന് പറയുന്നത്. Pole of a mirror is the midpoint of the reflecting surface of the mirror. It is represented as P in the figure. പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ് അല്ലേ. കോൺവെക്സിൻ്റെ ആണെങ്കിൽ ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. ഈ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മിഡ് പോയിന്റിനെയാണ് നമ്മൾ പോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോൺകേവ് മിററിലാണെങ്കിലും ഇതാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്, അതിൻ്റെ സെൻറ്റർ അല്ലെങ്കിൽ മിഡ് പോയിന്റിനെ നമ്മൾ റിഫ്ലക്റ്റിംഗ് സർഫസിൻ്റെ മിഡ് പോയിന്റിനെ പോൾ എന്ന് പറയുന്നു. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ലെറ്റർ P. ഇനി പ്രിൻസിപ്പൽ ആക്സിസ് ആണ് നെക്സ്റ്റ് ടേം. പ്രിൻസിപ്പൽ ആക്സിസ് ഓഫ് എ മിറർ ഈസ് ദ സ്ട്രൈറ്റ് ലൈൻ കണക്റ്റിംഗ് ദ പോൾ ഓഫ് ദി മിറർ ആൻഡ് ദ സെൻറ്റർ ഓഫ് കർവേച്ചർ ഓഫ് ദി മിറർ. പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇതാണ് ഈ സ്ഫിയറിൻ്റെ അല്ലെങ്കിൽ ഈ സ്പെരിക്കൽ മിററിൻ്റെ അല്ലെങ്കിൽ കോൺവെക്സ് മിററിൻ്റെ സെൻറ്റർ ഓഫ് കർവേച്ചർ. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ നിന്ന് പോളിലേക്ക് വരക്കുന്ന സ്ട്രൈറ്റ് ലൈനിനെ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നു. സോ in this picture we can see the line CP. CP is represented as principal axis. Okay, അപ്പോൾ ഈ CP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ട്രൈറ്റ് ലൈനിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. So today we have started our 5th chapter, reflection of light in spherical mirrors. We have discussed what is
spherical mirrors and the technical terms related to spherical mirrors. So now we are going to wind up today's class. Thank you.